അക്കാലത്ത് കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഓർത്തിരുന്നത് ഒരു സംഭവത്തിന്റെ പേരിലാണ്. ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവമുണ്ട്. അതിന്റെ സ്പാർക്കുണ്ടായ അതിന്റെ തീനാളം ആദ്യം കത്തിപ്പടർന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ഗോധ്ര സംഭവം ഉണ്ടാകാനുള്ള ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു. ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ്, മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട്, യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്. അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകർ ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസേവകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ്. സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും അങ്ങോട്ട് പോകുന്നതും ഒക്കെ ഈ കർസേവകരായ ആളുകൾ. ഇവർ ഈ ഗോധ്രയിൽ വരുമ്പോൾ ഗോധ്ര റെയിൽവേ സ്റ്റേഷൻ പ്രത്യേകിച്ച് ഗോധ്ര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട്. അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. അവിടെ ഒരു ചെറിയ കോളനിയാണ്. ഈ കോളനി മുഴുവൻ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മാത്രമല്ല ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ്. ഈ 2002 ഫെബ്രുവരി 27 രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർസേവകരുമായിട്ട് 7 മണി കഴിഞ്ഞപ്പോൾ ഈ ഗോധ്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് വന്നു നിന്നു. എന്തോ സാധനത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ കുറെ കശപിശയുണ്ടായി, ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ചു പേർക്ക് ഈ ഉന്തും തള്ളും എന്തോ ഒരു കശപിശയുടെ പേരിൽ എന്തോ കാരണത്താൽ ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത്. ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലിയ അടുത്ത്, അതായത് ഒരു കഷ്ടിച്ച് 1/2 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാരെ ചങ്ങല വലിച്ചു നിർത്തി അവിടെ നിന്നു. ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ, ഇവർ തമ്മിലൊരു വഴക്കുണ്ടായി. തന്നെയല്ല കുറെ നാളുകളായിട്ട് ഈ വഴക്കുണ്ട്. അപ്പൊ ഇതിനുവേണ്ടി കാത്തിരുന്ന മട്ടില് ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ, ഈ സിഗ്നൽ ഫലിയയുടെ പരിസരത്തിലെ കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിന്റെ അടുത്തേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. വന്നു, ട്രെയിൻ നിന്നു. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ S6, X7 കോച്ചുകളിൽ തീ ആളിപ്പടരുന്നതാണ്. അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്, ചിലർ പറയുന്നു ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും, ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയയിലുള്ള ആളുകൾ, ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തതിൽ നിന്ന് പടർന്നതാണെന്ന്. പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ് പാചകം ചെയ്തതല്ല എന്ന് തെളിയുന്നു. ഏതായാലും ഈ S6ഉം X7ഉം തീ ആളി പടർന്നു. ഏതാണ്ട് 57 പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചില്ല. ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു. നമുക്ക് ആ പാളത്തിലൂടെ പോകാം, ഷൂട്ട് ചെയ്യാം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത്, ഒഴിഞ്ഞൊരു ഭാഗത്ത് 2 കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. 60ഓളം ജീവൻ കരിക്കും പോയ 2 കോച്ചുകൾ. അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ്, പക്ഷെ തീ ആളിപ്പടർന്നതിന്റെ പാടുകളുണ്ട്. അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞുപോയത്. ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ദുരന്തത്തിന്റെ പ്രതീകത്തിന് അടുത്ത് അതിന്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ മരവിച്ച് നിന്നവിടെ.